എന്റെ ചുറ്റുമുള്ളവർ ഉറക്കത്തിലേക്ക് വഴുതി വീണപ്പോൾ അവരുടെ വായിൽ നിന്ന് വെളുത്ത നുര വരുന്നത് കണ്ട് ഞാൻ പരിഭ്രാന്തനായി. ഞാൻ ഉടൻ തന്നെ ഒരു നഴ്സിനെ വിളിച്ചു. അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് ഉറക്കത്തിലായ ഹെഡ് നഴ്സിന്റെ ശ്വാസം നിലച്ചതാണ്. അന്നേരമാണ് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത്. ഇന്ന് രാത്രി ഉറങ്ങുന്ന ആരും മരിക്കും. ഞാൻ വേഗത്തിൽ എന്റെ കാമുകിയുടെ അടുത്തേക്ക് ഓടി. ആൻ കടുത്ത ഉറക്കമില്ലായ്മ അനുഭവിക്കുകയാണെന്നും ഒട്ടും ഉറങ്ങാൻ കഴിയുന്നില്ലെന്നും അവൾ പറഞ്ഞു. അവൾ കുറച്ച് ഉറക്കഗുളികകൾ കഴിച്ചിട്ടുണ്ടെന്നും ഉടൻ തന്നെ ഉറക്കത്തിലേക്ക് വീഴുമെന്നും പറഞ്ഞു. അത് കേട്ടപാടെ ഞാൻ അവളെ വലിച്ച് ബാത്റൂമിലേക്ക് കൊണ്ടുപോയി വയറ്റിലുള്ളതെല്ലാം ഛർദ്ദിപ്പിച്ചു. ഭാഗ്യത്തിന് ഗുളികകൾ ദഹിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഞങ്ങൾ അവളോട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. ഉണർന്നിരിക്കാനായി ഞങ്ങൾ ആശുപത്രിയിൽ തിരിച്ചെത്തി ഉത്തേജക മരുന്നുകൾ കഴിച്ചു. പെട്ടെന്ന് ഒരു വാർഡിൽ നിന്ന് നിലവിളി ഉയർന്നു. അവിടെ വൈറസ് ബാധിക്കാത്ത ഒരു വയോധികയെ ഞങ്ങൾ കണ്ടെത്തി. അവർക്ക് ശരീരം മുഴുവൻ കഠിനമായ വേദനയുള്ളതിനാൽ ഉറങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. മരിക്കുന്നതിനേക്കാൾ വേദനാജനകമായിരുന്നു ഈ നിർബന്ധിത ഉണർന്നിരിക്കൽ. നഗരത്തിൽ സംഭവിച്ച കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ വൈറസിന്റെ കാരണം കണ്ടെത്താൻ നഴ്സുമാരെ സഹായിക്കുന്നതിനായി വേദന സംഹാരികൾ കഴിച്ച് ഉറങ്ങാൻ അവർ തീരുമാനിച്ചു. ഇതൊരുപക്ഷേ ഞങ്ങളെ എല്ലാവരെയും രക്ഷിച്ചേക്കാം. ആ വയോധികയെ സ്കാനറിൽ കിടത്തി. അവർ പതുക്കെ ഉറക്കത്തിലേക്ക് വീണു. നഴ്സുമാർ ബ്രെയിൻ മോണിറ്ററിൽ ശ്രദ്ധിച്ചു. അവരുടെ ഹൃദയമെടുപ്പ് നിലയ്ക്കുന്നതിന് തൊട്ടുമുൻപ് മസ്തിഷ്കത്തിൽ ഒരു പീക്ക് ബീറ്റാ വേവ് ഉണ്ടായതായി അവർ കണ്ടെത്തി. ഇതിനർത്ഥം മരണത്തിന്റെ യഥാർത്ഥ കാരണം സ്വപ്നം കാണുന്നതാണ് എന്നായിരുന്നു. ആ നിമിഷം ഉറങ്ങാൻ ഞാൻ സന്നദ്ധനാണെന്ന് ഞാൻ പറഞ്ഞു. ആ വയോധിക ശ്വാസം നിലയ്ക്കുന്നതിന് മുൻപ് 3 മിനിറ്റോളം സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിലേക്ക് കടന്നാൽ ചിലപ്പോൾ ഉത്തരം ലഭിച്ചേക്കാം. ഞാൻ കണ്ണുകൾ അടച്ചു. സ്വപ്നത്തിൽ നിന്ന് ഞാൻ പെട്ടെന്നുണർന്നു. പക്ഷേ എന്റെ കാലുകൾ നിലത്ത് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടതുപോലെ എനിക്ക് തോന്നി. എത്ര ശ്രമിച്ചിട്ടും എനിക്ക് മോചിതനാവാൻ കഴിഞ്ഞില്ല. പെട്ടെന്നൊരു കാർ അടുത്തു വന്നു. അതിൽ പണ്ട് മരിച്ചുപോയ എന്റെ അമ്മയായിരുന്നു. അമ്മ എനിക്കൊരു കപ്പ് കാപ്പി തന്നിട്ട് അത് കുടിച്ചാൽ എനിക്ക് ഉണരാൻ കഴിയുമെന്ന് പറഞ്ഞു. ആ സമയം വിചിത്രമായ വസ്ത്രം ധരിച്ച ഒരു വൃദ്ധൻ ദൂരെ പ്രത്യക്ഷപ്പെട്ടു. ഒരു ചെറിയ വലിവോടെ അമ്മ പതുക്കെ പിന്നോട്ട് നീങ്ങി. വൈറസിനെ തടയാനുള്ള വഴി അരിസ്റ്റ ഐലൻഡിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ആ വൃദ്ധൻ എന്നോട് പറഞ്ഞു. അടുത്ത നിമിഷം എന്റെ കൂട്ടുകാരൻ എന്നെ കുലുക്കി വിളിച്ചു. ഞാൻ ഉടൻ തന്നെ അരിസ്റ്റ ഐലൻഡിനെക്കുറിച്ച് അവരോട് പറഞ്ഞു. പക്ഷേ മാപ്പിൽ നോക്കിയപ്പോൾ ആ ദ്വീപ് ആയിരക്കണക്കിന് മൈലുകൾ അകലെയാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ഞങ്ങൾ ഉത്തേജക മരുന്നുകൾ ശേഖരിച്ച് ഒരു വിമാനം പറന്നുയരാൻ തയ്യാറാക്കി. വിമാനം വിജയകരമായി ആകാശത്തേക്ക് ഉയർന്നു. എല്ലാവരും ഉറക്കത്തിനെതിരെ കഠിനമായി പോരാടി. പെട്ടെന്ന് എന്റെ കാമുകി തളർന്നു വീണു. ഞാൻ പരിഭ്രാന്തനായി നഴ്സിനോട് അഡ്രിനാലിൻ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. എത്ര മരുന്ന് നൽകിയിട്ടും അവൾ ഉണർന്നില്ല. എങ്കിലും ഞങ്ങൾക്ക് ഉണർന്നിരിക്കണമായിരുന്നു. എന്റെ കൂട്ടുകാരന്റെ കാഴ്ച മങ്ങാൻ തുടങ്ങി. സ്വയം ഉണർന്നിരിക്കാൻ അവൻ എല്ലാ വഴികളും നോക്കി. എങ്ങനെയൊക്കെയോ അവസാന ദൂരം വരെ വിമാനം പറത്തി. ഒടുവിൽ ഞങ്ങൾ അരിസ്റ്റ ഐലൻഡിലെത്തി. പക്ഷേ എന്റെ കൂട്ടുകാരൻ പെട്ടെന്നാകെ ഉത്കണ്ഠാകുലനായി. ആ ദ്വീപിൽ റൺവേ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് കടലിൽ അടിയന്തര ലാൻഡിംഗ് നടത്തേണ്ടി വന്നു. വിമാനം ശക്തമായി കുലുങ്ങി നേരെ വെള്ളത്തിലേക്ക് പതിച്ചു. ഭാഗ്യത്തിന് അത് പൊട്ടിത്തെറിച്ചില്ല. ഞങ്ങൾ സുരക്ഷിതമായി തീരത്തെത്തി. എന്റെ സ്വപ്നത്തിൽ കണ്ട ആ വൃദ്ധനെ ഞങ്ങൾ തിരയാൻ തുടങ്ങി. ദ്വീപിന്റെ ഉള്ളിലേക്ക് പോയപ്പോൾ അവിടെ ആളുകൾ താമസിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ കണ്ടെത്തി. ആ ദ്വീപിന്റെ ഉടമസ്ഥനാണെന്ന് അവകാശപ്പെട്ട് ഒരാൾ മുന്നോട്ട് വന്നു. ഈ സ്ഥലം സുരക്ഷിതമാണെന്നും ഏതോ പ്രത്യേക സംരക്ഷണത്താൽ ഇവിടെ സ്ലീപ്പ് വൈറസ് ബാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഒടുവിൽ ഞങ്ങൾ വിശ്രമിക്കാൻ അനുവാദം നൽകിയപ്പോൾ വൈറസ് അതിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടന്നു. ഉറങ്ങിപ്പോയവരെല്ലാം വീണ്ടും ഉണർന്നു. പക്ഷേ അവർക്ക് സ്വന്തം ശരീരത്തിന്മേൽ നിയന്ത്രണമില്ലായിരുന്നു. വിമാനത്തിൽ വെച്ച് ഉറങ്ങിപ്പോയ എന്റെ കാമുകി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഓരോ ചുവടായി ആ ദ്വീപിലേക്ക് നടന്നു വരികയായിരുന്നു.